എല്ലാ പ്രേക്ഷകർക്കും റേറ്റ് യുവർ എംപിയിലേക്ക് സ്വാഗതം. രണ്ട് മണ്ഡലങ്ങളിലെ എംപിമാരാണ് ഈ അധ്യായത്തിൽ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡും തെക്കുള്ള തിരുവനന്തപുരവും. 1957 മുതൽ നിലവിലുള്ള ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് മണ്ഡലം. AKG എന്ന AK ഗോപാലനാണ് കാസർഗോഡ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് 57 ലോക്സഭയിലെത്തിയത്. കാസർഗോഡ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്ക് 1957 കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നടന്ന 15 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 12 എണ്ണത്തിലും ഇടതിനൊപ്പമായിരുന്നു കാസർഗോഡ്. 3 തവണ മാത്രമേ ഇടതു പാർട്ടിക്ക് മണ്ഡലം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. 1957 ആദ്യ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥിയായാണ് AK ഗോപാലൻ മത്സരിച്ചത്. തോൽപ്പിച്ചത് BA ഷേണായിയെ. 5145 വോട്ടിനായിരുന്നു ഭൂരിപക്ഷം. 1962 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം AK ഗോപാലിനെ നിർത്തി. ഇത്തവണ ഭൂരിപക്ഷം കുത്തനെ ഉയർന്നു. TSP സ്ഥാനാർത്ഥി KR കാരന്തിനെതിരെ 83,363 വോട്ടിനാണ് AKG ജയിച്ചത്. 67 ജയിച്ച് കാസർഗോഡ് ഹാട്രിക് തികച്ചു AK ഗോപാലൻ. 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി TVC നായരിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന വിശേഷണത്തിന് അടുത്ത തവണ ഇളക്കം തട്ടി. 1971 തെരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് CPM-ന്റെ കരുത്തനായ നേതാവ് EK നായനാർ. കോൺഗ്രസ് മത്സരരംഗത്തിറക്കിയത് 26-കാരനായ ലോ കോളേജ് വിദ്യാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ. അനായാസ വിജയം പ്രതീക്ഷിച്ചിരുന്ന ഇടത് ക്യാമ്പിനെ അമ്പരപ്പിച്ച് രാമചന്ദ്രൻ കടന്നപ്പള്ളി 25,000-ലധികം വോട്ടുകളുടെ വ്യത്യാസത്തിൽ അട്ടിമറി ജയം നേടി. 1977 കടന്നപ്പള്ളി മണ്ഡലം നിലനിർത്തി. ഇത്തവണ തോൽപ്പിച്ചത് CPM-ന്റെ M രാമണ്ണറയെ. 1980 പക്ഷേ രാമണ്ണറെ പാർലമെന്റിലെത്തി. അടുത്ത തവണ മണ്ഡലം നിലനിർത്താൻ CPM രംഗത്തിറക്കിയത് E ബാലാനന്ദനെ. പക്ഷേ കോൺഗ്രസിന്റെ I രാമറെ 10,000-ലധികം വോട്ടിന് ജയിച്ച് കാസർഗോഡ് തിരിച്ചുപിടിച്ചു. BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KG മാരാർക്ക് 59,000 വോട്ട് കിട്ടി. അവിടെ നിന്നിങ്ങോട്ട് ഇടതുപക്ഷത്തിന്റെ ആധിപത്യമാണ് കാസർഗോഡ്. 1989 91 M രാമണ്ണാറായി പാർലമെന്റിലെത്തിയപ്പോൾ 96 T ഗോവിന്ദനിലൂടെ കാസർഗോഡ് CPM നിലനിർത്തി. 75,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിന്റെ I രാമറായിയെയാണ് മറികടന്നത്. 1998 T ഗോവിന്ദൻ വീണ്ടും കാസർഗോഡ് നിന്ന് പാർലമെന്റിലെത്തി. ഇത്തവണ പക്ഷേ ഭൂരിപക്ഷം 48,000-ആയി കുറഞ്ഞു. ഖാദർ മാങ്ങാടായിരുന്നു UDF സ്ഥാനാർത്ഥി. 99 ജയിച്ച് T ഗോവിന്ദൻ AKGക്ക് ശേഷം മണ്ഡലത്തിൽ ഹാട്രിക് തികയ്ക്കുന്ന നേതാവായി. ഇത്തവണയും അടിതെറ്റിയത് ഖാദർ മാങ്ങാടിന്. ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായി. AKGയുടെ മകൾ ലൈലയുടെ ഭർത്താവും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ P കരുണാകരനാണ് 2004 മുതൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. 2009 P കരുണാകരന് എതിരാളിയായി കോൺഗ്രസ് രംഗത്തിറക്കിയത് ഷാഹിദ കമാലിനെ. 64,427 വോട്ടിന്റെ ജയം ഇടതുപക്ഷത്തിന്. കഴിഞ്ഞ തവണ T സിദ്ദിഖായിരുന്നു P കരുണാകരന്റെ എതിരാളി. ഹാട്രിക് ജയം നേടാൻ P കരുണാകരന് കഴിഞ്ഞെങ്കിലും ഭൂരിപക്ഷത്തിൽ വലിയ കുറവുണ്ടായി. 6,921 വോട്ടിന്റെ മാത്രം മേൽക്കൈയാണ് ഇടതുപക്ഷത്തിനുണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴാണ് മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം എംപിമാർക്ക് നേരെ കൂടുതലായും ഉയരാറുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലെ വികസനങ്ങളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും MP ശ്രീ P കരുണാകരൻ വിശദീകരിക്കുന്നു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ എതിരാളികൾക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പഴയ കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ല പൊതുവിൽ പിന്നോക്കമാണ്, വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല, വിവിധ മേഖലകളിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത സമീപനങ്ങൾ, അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും കൊണ്ടുവരാൻ കഴിഞ്ഞ പദ്ധതികൾ, ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം നൽകാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ നമുക്ക് ഈ പദ്ധതികളെ സംബന്ധിച്ച് വിലയിരുത്താൻ വേണ്ടി കഴിയും. അതിലൊന്ന്, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ നടപടികൾ ഈ സന്ദർഭത്തിൽ ഞാൻ കൈക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും
കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം മറാഠി വിഭാഗത്തിന് നിഷേധിക്കപ്പെട്ട ആനുകൂല്യം 2002 തെറ്റായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് അവർ ST ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി. ഇത് സംബന്ധിച്ച് കർണാടകത്തിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി ആവശ്യമായ ചരിത്രപരമായ രേഖകൾ കൂടി പരിശോധിച്ച് ആ നിലയിൽ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് 2002 മുതൽ നിഷേധിക്കപ്പെട്ട ആനുകൂല്യം നമ്മുടെ രാജ്യത്തിലെ മറാഠി വിഭാഗത്തിന് ഇന്ന് പൂർണ്ണമായിട്ടും അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. എൻഡോസൾഫാൻ്റെ വിഷയം ഞാൻ ഉന്നയിക്കുകയും ഞാൻ CPMൻ്റെ ഒരു പ്രതിനിധി മാത്രമാണെങ്കിലും മറ്റെല്ലാ ആൾക്കാരും ഈ ദുഃഖകരമായ സ്ഥിതി മനസ്സിലാക്കി എന്നെ അനുകൂലിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി 235 കോടി രൂപയുടെ പദ്ധതി നമ്മുടെ ഈ ജില്ലയിൽ മാത്രമായിട്ട് നബാർഡ് മുഖേന നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ആയാലും ബിൽഡിംഗ് ആയാലും കളിസ്ഥലമായാലും ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഒരു പരിധിവരെ നൽകാൻ സാധിച്ചു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിൽ നല്ല ഊന്നൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ 2 ജില്ലയിലെയും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വായനശാലകൾ, ഗ്രന്ഥാലയങ്ങൾ, അതിൽ ഞാൻ കൊടുക്കാത്ത ഗ്രന്ഥാലയങ്ങൾ കുറവായിരിക്കും. എല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാൻ കഴിയത്തില്ല. പലതും ഇപ്പോഴേ ആയിട്ട് കിടക്കുകയാണ്. പക്ഷേ മിക്ക സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് സഹായം നൽകാൻ കഴിയുന്നു. മണ്ഡലത്തിലെ പ്രവൃത്തികളെക്കുറിച്ച് MP വിശദീകരിക്കുമ്പോൾ കണക്കുകൾ നിരത്തി പ്രതിപക്ഷവും മുന്നിലുണ്ട്. മണ്ഡലത്തിലെ MPയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുകയാണ് കോൺഗ്രസ് നേതാവ് ഹക്കീം കുന്നിൽ. കഴിഞ്ഞ 15 വർഷക്കാലം 3 ടേം ഈ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തെ അഭിമുഖീകരിച്ച ആളാണ് നിലവിലുള്ള സിറ്റിംഗ് MP. നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എൻഡോസൾഫാൻ പാക്കേജ്, എൻഡോസൾഫാൻ രോഗികൾ പരാതിയുമായി മന്ത്രിയെ സെല്യോഗത്തിലേക്ക് കാണാൻ വന്നാൽ ഇത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. എൻഡോസൾഫാൻ രോഗികൾ തിരുവനന്തപുരത്ത് സമരം നടത്തി. മന്ത്രി KK ശൈലജ പറഞ്ഞ അഭിപ്രായം പിന്നീട് അവർക്ക് തന്നെ തിരുത്തേണ്ടി വന്നു. അപ്പോൾ ഇത്രമാത്രം ഗുരുതരമായ ഒരു സാഹചര്യം, എൻഡോസൾഫാൻ വിക്ടിംസ് മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് തന്ന ആനുകൂല്യങ്ങൾക്ക് അപ്പുറത്ത് തന്നിട്ടില്ല എന്ന രീതിയിൽ ഏറ്റവും എക്സ്ട്രീമായിട്ട് സമരം നടത്തിയത് ശ്രീമതി ദയാബായി ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്ത് നേടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലയളവിൽ എന്ത് കൊടുത്തു എന്നാണ് MP അവകാശപ്പെടുന്നത്? നബാർഡിൻ്റെ സഹായമായിരിക്കാം, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലയളവിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രംഗത്ത് MP എന്നുള്ള നിലയിൽ കേന്ദ്രത്തിൻ്റെ ഒരു സഹായം മേടിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. കേന്ദ്രം നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷേ കേന്ദ്രത്തിനെതിരെ MPക്ക് പറയാൻ വേണ്ടി പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാദമാണ്. എങ്കിലും കേരളത്തിൻ്റെ ഒരു പൊതുവിഷയമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തോട് എല്ലാവർക്കും മനുഷ്യത്വപരമായൊരു സമീപനമുള്ളതാണ്. MP എന്നുള്ള നിലയിൽ കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ MPമാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാർലമെൻറ്റിൻ്റെ അകത്തും പാർലമെൻറ്റിൻ്റെ പുറത്തും നിരവധി സമരങ്ങൾ നടത്തി നമുക്കറിയാം. ഏതെങ്കിലും ഒരു അവസരത്തിൽ CPIMൻ്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ്, പാർലമെൻ്ററി പാർട്ടിക്കകത്ത് ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നയാളാണ് കാസർഗോഡ് MP. ഏതെങ്കിലും ഒരു സമയത്ത് ഈ വിഷയം അദ്ദേഹം കൊണ്ടുവരികയോ അദ്ദേഹം കേരളത്തിൻ്റെ പൊതുവിഷയമായി ഇത് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു വിഷയം MP എന്നുള്ള നിലയിൽ ഉത്തരവാദപ്പെട്ടവരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ പോലും പരാജയപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് കാസർഗോഡുള്ളത്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം മുതൽ വലിയ പറമ്പ് വരെ, അത് കാസർഗോഡ് ജില്ലയുടെ തീരദേശ മേഖലയാണ്. 73 കിലോമീറ്ററാണ് അതിൻ്റെ ദൈർഘ്യമെന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ഇതുവഴി സഞ്ചരിക്കുന്നവരാണല്ലോ. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയാം, 15 വർഷക്കാലം MP, ഒരു വർഷത്തെ ആസ്തി വികസന ഫണ്ട് എത്രയാണ് നിങ്ങൾക്കറിയാം. ഈ 73 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു 5 ചെറിയ കാര്യങ്ങൾ, വലുതൊന്നും പറയുന്നില്ല. കോടി രൂപ ചെലവിട്ടിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല. കേവലം നിസാരമായ തുക ഉപയോഗിച്ചുകൊണ്ട് 15 വർഷക്കാലത്തിനിടയിൽ 73 കിലോമീറ്റർ ചുറ്റളവിൻ്റെ അകത്ത് 5 പദ്ധതികൾ നടപ്പിലാക്കിയിട്ട് നിങ്ങൾ പരിശോധന നടത്തണം. ഞാനിക്കാര്യം നിങ്ങളോട് പറഞ്ഞാൽ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, MPയുടെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ 73 കിലോമീറ്റർ ചുറ്റളവിൽ ഒന്ന് നിങ്ങൾ സഞ്ചരിച്ചു നോക്കണം. MPയുടെ ഫണ്ട് വിനിയോഗം പാർട്ടി ഗ്രാമങ്ങളിൽ, പാർട്ടി സ്ഥാപനങ്ങളിൽ, പാർട്ടിക്ക് താല്പര്യമുള്ള അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ അപ്പുറത്ത് ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നത് വേറൊരു കാര്യം. ഒരു ജനപ്രതിനിധിയുടെ വികസനപരമായ കാര്യത്തിൽ പോലും 100% പാർട്ടി ഗ്രാമത്തിൻ്റെ അപ്പുറത്ത് കാസർഗോഡിൻ്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗം അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഒരു MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ 15 വർഷക്കാലം ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല.
ഈ MP-യുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ പാഴായ 15 വർഷം എന്നതിനപ്പുറത്ത് MP-ക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലയിൽ ഒന്നും അവകാശപ്പെടാം. പി കരുണാകരന്റെ പാർലമെന്റിലെ പ്രകടനം എങ്ങനെയായിരുന്നു, അദ്ദേഹം വികസന ഫണ്ട് എത്രത്തോളം വിനിയോഗിച്ചു എന്നൊക്കെ പരിശോധിക്കുന്നതിനോടൊപ്പം മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണവും ശ്രദ്ധിക്കാം. പാർലമെന്റിൽ ശരാശരി പ്രകടനമാണ് പി കരുണാകരന്റേത്. ഹാജർ നില 77%. സംസ്ഥാന ശരാശരിയും അത്ര തന്നെ. ലോക്സഭയിൽ ഇതുവരെ 198 ചർച്ചകളിൽ പി കരുണാകരൻ പങ്കെടുത്തിട്ടുണ്ട്. ദേശീയ ശരാശരി വെറും 67. സംസ്ഥാന ശരാശരി 142. 13 സ്വകാര്യ ബില്ലുകളാണ് പി കരുണാകരൻ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ദേശീയ ശരാശരി 2, സംസ്ഥാന ശരാശരി 5 മാത്രമാണ്. ഈ കാലയളവിൽ 306 ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. സംസ്ഥാന ശരാശരിയായ 422-നേക്കാൾ ഏറെ പിന്നിൽ. MP ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ശരാശരിക്ക് മുകളിലാണ് പി കരുണാകരന്റെ പ്രകടനം. റിലീസ് ചെയ്ത 17.5 കോടി പൂർണ്ണമായും വിനിയോഗിച്ചു. നിലവിൽ MP-യുടെ പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ്, നല്ല രീതിയിലാണ്. റെയിൽവേ രംഗത്ത് നമ്മുടെ കാസർഗോഡിനെ തീർത്തും പരാജയമാണ്. അതിൽ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ MP-ന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നമ്മുടെ മേൽപ്പാലത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ മറ്റ് റെയിൽവേയുടെ വികസനത്തിൻ്റെ കാര്യം, ഈ കാര്യങ്ങളൊന്നും ഒരു MP എന്ന നിലയിൽ ഈ പാർലമെന്റ് ഈ ജില്ലക്കകത്തെ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപരമായ രീതിയിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി MP-ക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം MP-യുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് കാസർഗോഡ് വടക്കൻ മേഖലക്കകത്ത് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് മുന്തിയ പരിഗണനയാണ് MP നൽകുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർവകലാശാല അടക്കം കൊണ്ടുവരുന്നതിന് സുപ്രധാനമായ പങ്കാണ് MP വഹിച്ചത്. അതുകൊണ്ട് MP-ക്ക് 15 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ 5-ൽ 5 മാർക്ക് നൽകുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്ക് 1987-ലെ കേരള പിറവിയോടെ തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്കും തിരഞ്ഞെടുപ്പ് നടന്നു തുടങ്ങി. 1957 മുതൽ 2014 വരെയുള്ള ചരിത്രത്തിനിടയിൽ കൂടുതൽ തവണയും അവസരം നൽകിയത് വലതുപക്ഷത്തിനാണ്. 1987-ൽ പട്ടം താണുപിള്ളയെ പരാജയപ്പെടുത്തി ഈശ്വര അയ്യരാണ് ആദ്യമായി തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 62-ൽ PS നടരാജപിള്ള സ്വതന്ത്രനായി ഇവിടെ നിന്ന് പാർലമെന്റിലെത്തി. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കൃഷ്ണപിള്ളയെ 10,000-ഓളം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നടരാജപിള്ള തോൽപ്പിച്ചത്. 1967-ലാണ് ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് തോൽവി അറിയുന്നത്. SSPയുടെ P വിശ്വംഭരനാണ് 4,500 വോട്ടുകൾക്ക് GC പിള്ളയെ തോൽപ്പിക്കുന്നത്. 77-ൽ CPIയുടെ സമുന്നത നേതാവ് MN ഗോവിന്ദൻ നായർക്ക് 69,822 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് തിരുവനന്തപുരം നൽകിയത്. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ MN ദയനീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസിലെ A നീലലോഹിതദാസൻ നാടാർക്ക് കിട്ടിയത് 1,00,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം. 1984-ൽ നീലലോഹിതദാസ് വീണ്ടും മത്സരത്തിനിറങ്ങി. ഇത്തവണ പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിട്ടായിരുന്നില്ല മത്സരം. അക്കൊല്ലം കരുണാകരൻ രംഗത്തിറക്കിയ A ചാൾസ് നീലനെ വീഴ്ത്തി മണ്ഡലം കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ നിർത്തി. പിന്നെ അങ്ങോട്ട് 2 വട്ടം കൂടി ചാൾസ് തിരുവനന്തപുരത്തു നിന്ന് വിജയിച്ചു. 89-ൽ ONB കുറുപ്പിനെ 1,50,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ച ചാൾസ് 91-ൽ EJ വിജയമ്മയെയാണ് പരാജയപ്പെടുത്തിയത്. CPIയുടെ KV സുരേന്ദ്രനാഥാണ് മണ്ഡലത്തിൽ ചാൾസിന്റെ ജൈത്രയാത്രയ്ക്ക് അന്ത്യം കുറിച്ചത്. 96-ൽ 20,000-ലധികം വോട്ടുകൾക്കാണ് സുരേന്ദ്രനാഥ് ജയിച്ചത്. അടുത്ത തവണ ലീഡർ K കരുണാകരനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം വീണ്ടെടുത്തു. KV സുരേന്ദ്രനാഥ് ലീഡറോട് പരാജയപ്പെട്ടത് 15,000-ലേറെ വോട്ടുകൾക്ക്. 99-ൽ VS ശിവകുമാർ കോൺഗ്രസിന്റെ ജയം ആവർത്തിച്ചു. ഇക്കുറി തോൽവി അറിഞ്ഞത് കണിയാപുരം രാമചന്ദ്രൻ. 2004-ൽ PK വാസുദേവൻ നായരെ ഇറക്കി മണ്ഡലം CPI തിരിച്ചുപിടിച്ചു. 1,00,000-ലധികം വോട്ടുകൾക്ക് VS ശിവകുമാറിനെ PKV മറികടന്നു. PKVയുടെ മരണത്തെ തുടർന്ന് 2005-ൽ തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ്. 70,000-ലധികമായി ഭൂരിപക്ഷം ഉയർത്തിയ ഇടതുമുന്നണി പന്ന്യൻ രവീന്ദ്രനിലൂടെ മണ്ഡലം നിലനിർത്തി. ഇക്കുറിയും പരാജയപ്പെട്ടത് VS ശിവകുമാറായിരുന്നു. 2009-ഓടെ തിരുവനന്തപുരം മണ്ഡലം ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു. വാഗ്മിയും രാഷ്ട്രതന്ത്രജ്ഞനും നയതന്ത്ര വിദഗ്ധനുമായ ശശി തരൂരിനെ ഇറക്കി കോൺഗ്രസ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 2014-ൽ എത്തിയപ്പോൾ
രാഷ്ട്രീയ സാഹചര്യം ആകെ മാറിയിരുന്നു. രാജ്യമെങ്ങും മോഡി തരംഗം ആഞ്ഞടിക്കുന്ന കാലത്ത് BJP തിരുവനന്തപുരത്ത് മത്സരിക്കാനിറക്കിയത് O രാജഗോപാലിനെ. അന്തിമ ഫലം വന്നപ്പോൾ ശശി തരൂർ 15,470 വോട്ടുകൾക്ക് വിജയിച്ചു. 2 തവണ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിലെത്തിയ MP-യാണ് ശ്രീ ശശി തരൂർ. ഇത്തവണയും വലിയ പോരാട്ടത്തിന് തിരുവനന്തപുരത്ത് ശശി തരൂർ സ്ഥാനാർത്ഥിയാകുമ്പോൾ തന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് MP. ഒരു MP-യുടെ റോൾ 3 വിധത്തിന് കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിലാണല്ലോ ജോലി, അതുകൊണ്ട് കേന്ദ്ര സഹായം നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ നഗരത്തിനും വേണ്ടി കൊണ്ടുവരുന്നത്. അതിലെനിക്ക് വലിയ വമ്പിച്ച വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെൻട്രൽ റോഡ് ഫണ്ട് റെക്കോർഡ് കോടതികൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ ബൈപ്പാസ് 40 വർഷമായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്നതായിരുന്നു. ചിലവർ വീട്ടിൽ കല്ലിട്ടിട്ട് 40 വർഷമായ ശേഷം അവർ കണ്ണിൽ നീര് വന്നിട്ട് പറയായിരുന്നു, ഒന്നുമല്ലെങ്കിൽ ഈ പദ്ധതി കെട്ടിത്തരൂ, അല്ലെങ്കിൽ ഈ കല്ലിനെ മാറ്റിയിട്ട് ഈ റോഡ് വേണ്ടെന്ന് വെക്കുന്നു. ഞാൻ അതിനൊരു വെല്ലുവിളി എടുത്തിട്ട് ഒരു 10-100 മീറ്റിങ്ങും ഫോൺ കോളും 3 മന്ത്രിമാരെ കണ്ടും ഉദ്യോഗസ്ഥന്മാരെ കണ്ടും എല്ലാവരും ഓടി നടന്നിട്ട് അവസാനത്തിൽ അതിനെ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു, ബജറ്റിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു. ആദ്യത്തെ ചെക്കുകൾ ഞങ്ങളുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് കൈമാറാനുള്ള എല്ലാ സംവിധാനവും ചെയ്യാൻ സാധിച്ചു. ആ വഴിക്ക് ഇപ്പോൾ ഈ റോഡ് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ 5 വർഷത്തിൽ ഒരു 80% ആയിക്കഴിഞ്ഞു. ഞാൻ തന്നെ ഒരു 100 തവണ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ചില കമ്മ്യൂണിറ്റീസിന് ചില വിഷയമുണ്ടായിരുന്നു. ഈ റോഡ് വരുമ്പോൾ ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡ് കട്ടായി പോകുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു അണ്ടർ പാസ് വേണം, ഒരു ഓവർ പാസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ സാധിച്ചിട്ടും ചില അഡീഷണൽ ഫണ്ട്സ് കൊണ്ട് ടെക്നോ പാർക്കിനടുത്തൊരു ഫ്ലൈ ഓവർ കൊണ്ടുവരാനും എയർപോർട്ട് വഴിയൊന്ന് വീണ്ടും നന്നാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ ഗുണമില്ല നമ്മുടെ ഇപ്പോഴത്തെ റോഡ്. ഇതെല്ലാം ചെയ്യാനായിട്ട് വികസന പ്രവർത്തനത്തിന് വേണ്ടി നല്ലപോലെ ഇറങ്ങാനുള്ള എനിക്ക് സാധിച്ചു. കേന്ദ്ര സഹായം വഴിക്ക് നമ്മൾക്ക് ട്രെയിനിൻ്റെ സ്റ്റോപ്പ് പാറശാലയിൽ 27 വർഷമായിരുന്നു നിൽക്കാത്ത ട്രെയിനുകൾ ഞാൻ 3 നിർത്തിപ്പിച്ചു. 14 പുതിയ ട്രെയിനുകൾ ട്രിവാൻഡ്രം സെൻട്രലിൽ കൊണ്ടുവന്നു. ഇതെല്ലാം കൂടുതൽ എൻ്റെ ആദ്യത്തെ ടേമിലായിരുന്നു. 2ാമത്തെ ടേമിൽ എല്ലാ MP-മാരുടെയും അനുഭവം അതാണ്. റെയിൽവേ മന്ത്രാലയം കൂടുതൽ ചെയ്തില്ല. ഞങ്ങൾക്ക് ആകെ 3 പുതിയ ട്രെയിൻ, ഒന്നൊരു എക്സ്റ്റൻഷൻ ആയിരുന്നു, 2 പുതിയ ട്രെയിൻ കിട്ടി തിരുവനന്തപുരത്തേക്ക്. പക്ഷേ പല കാര്യങ്ങൾക്ക് റെയിൽവേ മന്ത്രാലയം ചിലവാക്കിയില്ലെങ്കിൽ കാര്യം നടക്കില്ല. നമ്മളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ഞാനും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ കേന്ദ്ര സഹായങ്ങൾ, നമ്മളുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി, അത് ഹെൽത്ത് മിനിസ്റ്ററുടെ പണമായിരുന്നു. ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊണ്ടുവന്ന പണം പുതിയ കെട്ടിടത്തിന്, മെൻ്റൽ ആസ്പത്രിക്ക് വേണ്ടി 3 കോടി കൊണ്ടുവന്നു. ഇതെല്ലാറ്റും ഞാൻ ഉണ്ടായിരുന്നു. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ 230 കോടിയുടെ വലിയ അംബിഷ്യസ് പദ്ധതിയാണ് പുതിയ ഒരു ആസ്പത്രി കെട്ടാനൊക്കെ, അതിന് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 മന്ത്രിയും കണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രിയും ഹെൽത്ത് മന്ത്രിയും കണ്ടിട്ട് എൻ്റെ സ്വാധീനം ഉദ്യോഗസ്ഥന്മാരോടൊപ്പം എത്രത്തോളം ഉപയോഗിക്കാൻ സാധിച്ചു അതൊക്കെ ചെയ്തിട്ട് 230 കോടി അനുവാദിപ്പിച്ചു. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ MP ആയിട്ട് കേന്ദ്രത്തിൽ സ്വാധീനം ചെയ്യണം. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു സെക്കൻഡ് ടു നൺ ഉള്ള റെക്കോർഡുണ്ടെന്ന് സന്തോഷത്തോട് പറയും. വിഴിഞ്ഞം പദ്ധതി വരാൻ അത് കേന്ദ്രത്തിൻ്റെ പണത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല. ഉടനെ ആദ്യം നമുക്ക് ആവശ്യമുള്ളത് ഈ തുറമുഖിനെ കെട്ടാൻ വരെ തയ്യാറാവണം. അത് ഞാൻ മിസ്റ്റർ അഡാനിയെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ബിഡ് ചെയ്തു. വേറെ ആരും വന്നില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ സാധിച്ചു. ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു VGF പിന്നെ വയബിലിറ്റി ഇല്ലാത്ത പ്രോജക്ട്സിന് ഫണ്ട് കൊടുക്കുന്നത്, അത് ഞാൻ UPA സർക്കാർ സമയത്ത് ഞങ്ങൾ അതിൻ്റെ പ്രൊപ്പോസൽ ഫോർമുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് അത് പുതിയ സർക്കാർ വന്ന ശേഷം അത് അനുവദിച്ചു പോയത്. ഇതുപോലെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. ഓഖി ദുരന്തത്തെക്കുറിച്ച് 5 പ്രാവശ്യം ഞാൻ നമ്മളുടെ പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ സംസാരിച്ചു. നമ്മളുടെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രളയത്തിനെക്കുറിച്ച് സംസാരിക്കാനും ആ വിഷയത്തിനെ മുന്നോട്ട് കൊടുക്കാനും ഞാൻ തയ്യാറായി. ഒരേ സമയത്ത് നമ്മളുടെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിയും കാണാൻ ഞാൻ മുൻകൈ എടുത്തു, നമ്മളുടെ മറ്റേ കേരള MP-മാരോടൊപ്പം. എല്ലാം നോക്കുമ്പോൾ പാർലമെൻറ്റിൽ എൻ്റെ റെക്കോർഡിൽ ഞാൻ ഒരു അപ്പോളജൈസ് ചെയ്യാൻ ആവശ്യമില്ല, നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ പേര് കേൾപ്പിച്ചു. വാശിയേറിയ മത്സരം നടക്കാനിരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന്റെ എതിർ സ്ഥാനാർത്ഥികളായെത്തുന്നത് CPI-യുടെ C. ദിവാകരനും BJP-യുടെ കുമ്മനം രാജശേഖരനുമാണ്. MP-യുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയാണ് BJP നേതാവ് S. സുരേഷും CPI നേതാവ് GR അനിലും. ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. 5 വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അവസാന മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോയ സാഹചര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണ്. മന്ത്രി നിലയിൽ പോലും ഒരു പുതിയ പദ്ധതിയോ പുതിയ സ്ഥാപനത്തിനോ തുടക്കം കുറിക്കാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ പോലും അംഗീകരിക്കും. പക്ഷേ ഈ വികസന പദ്ധതികൾ മുഴുവൻ ശശി തരൂരിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം
അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ MP ശശി തരൂർ തികഞ്ഞ പരാജയമായിരുന്നു കഴിഞ്ഞ നാളുകൾ. തെരഞ്ഞെടുപ്പ് സമയത്തിന് ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങളിലോ ജനങ്ങളോടൊപ്പമോ ഇല്ലാതിരുന്ന ഒരു MP ആയിരുന്നു അദ്ദേഹം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയം. ഫ്ലക്സിലും നിറഞ്ഞു നിൽക്കുകയും എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ പണി ചെയ്യുകയും ചെയ്യുന്ന ഒരു MP ആയി ശ്രീ ശശി തരൂർ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ശശി തരൂർ MP-യുടെ പാർലമെന്റിലെ പ്രകടനവും MP ഫണ്ട് വിനിയോഗിച്ചതും അത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയെന്നും ജനങ്ങളുടെ MP-യെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും കാണാം. അങ്ങനെ പ്രവർത്തനം കൊള്ളാം, വേറെ കുഴപ്പമൊന്നുമില്ല. പറയത്തേക്കൊന്നുമില്ല, കുഴപ്പമില്ല. ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. പാവം ജീവിക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. പദ്ധതിയൊക്കെ കൊള്ളാം, പരിപാടികളൊക്കെ കൊള്ളാം. നമ്മുടെ നാട്ടിൽ നല്ല സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചർച്ചയിലെ പങ്കാളിത്തം ഒഴിച്ചു നിർത്തിയാൽ പാർലമെന്റിൽ ശശി തരൂരിന്റെ പ്രകടനം മികച്ചതാണ്. അദ്ദേഹം പങ്കെടുത്തത് 90 ചർച്ചകളിൽ മാത്രമാണ്. സംസ്ഥാന ശരാശരി 143-ഉം ദേശീയ ശരാശരി 67-ഉമാണ്. 12 സ്വകാര്യ ബില്ലുകൾ അദ്ദേഹം അവതരിപ്പിച്ചു. സംസ്ഥാന ശരാശരിയുടെ 3 ഇരട്ടിയിലധികം വരുമിത്. ദേശീയ ശരാശരി വെറും 2-ഉം. 480 ചോദ്യങ്ങളാണ് ഈ കാലയളവിൽ തരൂർ പാർലമെന്റിൽ ഉന്നയിച്ചത്. സംസ്ഥാന ശരാശരി ഇക്കാര്യത്തിൽ 422-ഉം ദേശീയ ശരാശരി 292-ഉമാണ്. 86% ശശി തരൂരിന്റെ ഹാജർ നില. സംസ്ഥാന ശരാശരിയേക്കാൾ ഏറെ മുന്നിൽ. ദേശീയ ശരാശരിയും 80% മാത്രം. ഫണ്ട് വിനിയോഗിക്കുന്നതിൽ അത്ര മികച്ച റെക്കോർഡല്ല തരൂരിൻ്റേത്. റിലീസ് ചെയ്ത 22.5 കോടിയിൽ ചിലവഴിച്ചത് 18.5 കോടി മാത്രം. കാസർഗോഡ് സിറ്റിംഗ് MP P കരുണാകരൻ ഇത്തവണ മത്സരത്തിനില്ല. പകരം KP സതീഷ് ചന്ദ്രനെയാണ് ഇടതുപക്ഷം കളത്തിലിറക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂർ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകുമ്പോൾ ഫലം എന്താവുമെന്നുള്ളത് മെയ് 23 വരെ കാത്തിരുന്ന് കാണാം. റേറ്റിയൂർ MP-യുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് 2 മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.